ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പുതിയ വർഷമൊക്കെയാണ്, പുതിയ കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ. ഈ വർഷം തന്നെ ഏതെങ്കിലും ഒക്കെ ഒരു പോസ്റ്റില് നിങ്ങൾക്ക് കയറാൻ പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത CGL-ന്റെ ഒരു മിക്സഡ് PY2-ലേക്ക് പോവാം. പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ കുറേശ്ശെ എടുത്തിട്ടുണ്ട്. PY2 ആണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അറിയില്ലെങ്കിൽ ആ പോർഷൻ എടുത്തു വെച്ച് പഠിക്കുക. കാര്യം ക്ലാസ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത പോർഷൻസ് പഠിച്ചു പോകാനും കൂടി ശ്രമിക്കുക കേട്ടോ. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോ മിക്സഡ് PY2 ആണ്. CGL-ന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് 5-year പ്ലാൻ പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ഗരീബി ഹഠാവോ ഇനിഷ്യേറ്റീവ്? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും എല്ലാവർക്കും അതിന്റെ ആൻസർ അറിയായിരിക്കും അല്ലെ. ഗരീബി ഹഠാവോ ഇനിഷ്യേറ്റീവ് ഏത് 5-year പ്ലാന്റെ എന്താണ് ഫോക്കസ് ആയിരുന്നു, അല്ലെങ്കിൽ ഏത് 5-year പ്ലാന്റെ മുദ്രാവാക്യമായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഓപ്ഷനിൽ 6 5-year പ്ലാൻ ഉണ്ട്, 4th ഉണ്ട്, 5th ഉണ്ട്, 3rd ഉണ്ട്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. മനസ്സിലേക്ക് എല്ലാവരുടെയും മനസ്സിലൊക്കെ ആൻസർ വന്നായിരിക്കും. ആദ്യമായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? 5th 5-year പ്ലാൻ ആണ് അല്ലെ. 5th 5-year പ്ലാൻ. അപ്പൊ 5-year പ്ലാൻസ് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാ 5-year പ്ലാൻസും അത്യാവശ്യം പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ 5th 5-year പ്ലാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 1974 തൊട്ട് 1979 വരെയായിരുന്നു ഈ 5th 5-year പ്ലാന്റെ ടൈം എന്ന് പറയുന്നത്. പക്ഷെ 1978 ആയപ്പോഴത്തേക്കും മൊറാർജി ദേശായി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വരികയും, അപ്പൊ ഇത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് ഈ സമയത്ത് 5th 5-year പ്ലാന്റെ സമയത്ത് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഈ പ്ലാൻ 78 ആകുമ്പോഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ പറ്റാത്ത, കാലാവധി പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരേ ഒരു 5-year പ്ലാൻ ആണ് ഏതെന്ന് പറയുന്നത് 5th 5-year പ്ലാൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5th 5-year പ്ലാനിനകത്ത് കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഇത് DP ധർ ആണ് ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. 5th 5-year പ്ലാന്റെ ഡ്രാഫ്റ്റ് ഒക്കെ റെഡിയാക്കുന്നത് DP ധർ ആണ്. അതുകൊണ്ട് തന്നെ ധർ പ്ലാൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ 5th 5-year പ്ലാൻ ആണ് കേട്ടോ. 5th 5-year പ്ലാൻ ആണ്. ഗരീബി ഹഠാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം. അതുപോലെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, 20 point പ്രോഗ്രാം ഒക്കെ വരുന്നത് ഏത് 5-year പ്ലാനിലാണ്? 5th 5-year പ്ലാനിലാണെന്ന് ഓർത്തോണം. പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 5th 5-year പ്ലാനിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പോയിന്റുകളെല്ലാം. 1974 തൊട്ട് 79 വരെയായിരുന്നു സമയം എന്ന് പറയുന്നത് 5-year പ്ലാന്റെ ടൈം. പക്ഷെ 78 ആകുമ്പോഴത്തേക്കും പ്ലാൻ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരുടെ കാലഘട്ടത്തിലാണ്? ആരാണ് ഈ ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് ആൻസർ കേട്ടോ. ഇന്ദിരാഗാന്ധി. അപ്പം ഓർത്ത് വെച്ചേക്കാം. പിന്നീട് ഇതുപോലെ പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, 20 point പ്രോഗ്രാം, 20 കർമ്മ പരിപാടികൾ ഒക്കെ കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ് 5-year പ്ലാൻ ആണ് എന്ന് പറയുന്നത് 5th 5-year പ്ലാൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. DP ധർ ആണ് അത് ഫോർമുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ധർ പ്ലാൻ എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. പിന്നെ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നതും ഈ പ്രോജക്റ്റിലാണ്. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഏത് 5-year പ്ലാൻ ആണ് ചോദിച്ചിട്ടുണ്ട്. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ട്. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് 5-year പ്ലാൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. 20 point പ്രോഗ്രാം ഏത് 5-year പ്ലാൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗരീബി ഹഠാവോ പോയിന്റ് മുദ്രാവാക്യം വന്നത് ഏത് 5-year പ്ലാൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാലാവധി പൂർത്തിയാക്കാത്ത ഒരേ ഒരു 5-year പ്ലാൻ. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് 12th 5-year പ്ലാൻ ആണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീതി ആയോഗ് വരുന്നെങ്കിലും 2017 വരെ 5-year പ്ലാന്റെ കാലാവധി ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ 5-year പ്ലാന്റെ 5th 5-year പ്ലാൻ നമ്മൾ 4.4% ആണ് ഇതിന്റെ വളർച്ച നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചെങ്കിലും നമുക്ക് 4.8% നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 4.4% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചെങ്കിലും 4.8% വളർച്ച ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് ഈ
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും ഗ്രോത്ത് അച്ചീവ്മെന്റ് കുറഞ്ഞതെന്നും കൂടിയതെന്നും പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് അച്ചീവ്മെന്റ് കൂടിയതിന്റെ കൂട്ടത്തിലാണ് 5th വരുന്നത്. എല്ലാവരും അത് തെറ്റിക്കും. കാര്യം ഇത് ഫ്ലോപ്പ് ആയതാണ്, 78ൽ ഡ്രോപ്പ് ചെയ്തതാണെന്നൊക്കെ വിചാരിച്ച് അത് എന്താണ് കാൽക്കുലേറ്റഡിനേക്കാളും കുറവായിരിക്കും എന്റെ അച്ചീവ്മെന്റ് എന്ന് വിചാരിക്കും. പക്ഷെ 4.4 കാൽക്കുലേറ്റ് ചെയ്തിട്ട് 4.8 അച്ചീവ് ചെയ്ത ഒരു 5 ഇയർ പ്ലാൻ ആണ് 5th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 5th 5 ഇയർ പ്ലാൻ. എല്ലാ 5 ഇയർ പ്ലാൻസും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് വഴി കുറെ 5 ഇയർ പ്ലാൻസ് നോക്കാം. ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് DP Thar ആണ് ഇതിന്റെ ഫോർമുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ Thar പ്ലാൻ എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. 1978 ഇത് നമ്മൾ ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, 20 പോയിന്റ് പ്രോഗ്രാം ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലാണ്? 5th 5 ഇയർ പ്ലാനിലാണ്. ഗരീബി ഹഠാവോ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5th 5 ഇയർ പ്ലാനിലാണ്. അതുപോലെ തന്നെ 4.4% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഗ്രോത്ത്. 4.8% അച്ചീവ് ചെയ്ത ഒരു 5 ഇയർ പ്ലാൻ കൂടിയാണ്. അപ്പൊ അത്രയും പോയിന്റുകൾ 5th 5 ഇയർ പ്ലാനിനെ പറ്റി നോട്ട് ചെയ്ത് വെക്കാമോ? കാലാവധി പൂർത്തിയാക്കാത്ത ഒരേ ഒരു 5 ഇയർ പ്ലാൻ ആണ് ഇതെന്ന് പറയുന്നത് 5th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും നോട്ട് ചെയ്ത് വെച്ചേക്കാം. 5th 5 ഇയർ പ്ലാനിനെ പറ്റി നിങ്ങൾ ഫസ്റ്റ് തൊട്ട് 5 ഇയർ പ്ലാൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? എക്കണോമിക്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു പ്ലാനിങ് കമ്മീഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പ്ലാനിങ് കമ്മീഷൻ, 5 ഇയർ പ്ലാൻ, നിതി ആയോഗ്, അതൊരു സെറ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. എക്കണോമിക് റീഫോംസ് നോക്കി വെച്ചേക്കുക. എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അതൊക്കെ സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. Which of the following statement is incorrect about the directive principles of state policy? Directive principles of state policy ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻസ് നോക്കിക്കേ. They promote welfare of individuals, hence they are personal and individualistic എന്നൊരു ക്വസ്റ്റ്യൻ. These have moral and political sanctions. They aim at establishing social and economic democracy in the country. They are positive as they require the state to do certain things. അപ്പൊ ഈ ഓപ്ഷൻസ് ഇതെല്ലാം ഒരു എന്താണ് കുറച്ച് ഇൻഡയറക്റ്റ് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെ? ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, പ്രൊമോട്ട് വെൽഫെയർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ തന്നെ ദേ ആർ പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബിക്കോസ് അത് ഈ 4th തന്നെയാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത്. ദേ റിക്വയർ എന്താണ് സ്റ്റേറ്റ് ടു ഡു സർട്ടൺ തിങ്സ്. സ്റ്റേറ്റ് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധയിൽ എടുക്കേണ്ടതെന്നാണ് മെയിൻ ആയിട്ടും പറയുന്നത് അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. അതുകൊണ്ട് അതൊരിക്കലും ഇൻഡിവിജ്വലിസ്റ്റിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏതാണെന്ന് ചോദിച്ചാൽ ദേ പ്രൊമോട്ട് വെൽഫെയർ ഓഫ് ഇൻഡിവിജ്വൽസ്, ഹെൻസ് ദേ ആർ പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് പറയുന്നത് തെറ്റാണ്. നേരത്തെ ഇതുപോലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് കോടതി വഴി നേടിയെടുക്കാൻ കഴിയുന്നതാണോ എന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കോടതി വഴി നേടിയെടുക്കാൻ കഴിയുന്നതല്ല, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അങ്ങനെ പറ്റുന്നത്. നമ്മൾ അന്ന് പഠിച്ചായിരുന്നു അല്ലെ? എവിടെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ പറ്റി പറയുന്നത്? പാർട്ട് 4ലാണ് അല്ലെ? ആർട്ടിക്കിൾ എവിടെ തൊട്ട് എവിടെ വരെ? ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ്, 51 വരെയാണ് പറയുന്നത്. നമ്മൾ അതിന്റെ ഇടയ്ക്ക് എന്താ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. പാർട്ട് 4A ആഡ് ചെയ്തേക്കുന്നത്. 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ വഴിയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ പറയും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം? ആ പാർട്ടുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവണം, അതുപോലെ ഷെഡ്യൂളിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് 51A വരെയുള്ള എല്ലാ ആർട്ടിക്കിൾസും നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുവരെയുള്ള ആർട്ടിക്കിൾസ് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ റിഗാർഡ്സ് ടു ദ ഹിസ്റ്ററി ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ എന്നാണ്. നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ആ ഒരു പോർഷനിൽ നിന്നും CGL-നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കണേ നോട്ട് കറക്റ്റ് ആണ് കേട്ടോ. നോട്ട് കറക്റ്റ് എന്നാണ് ഈ ഇടയായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ആൻസർ. തറലി ക്വസ്റ്റ്യൻ രണ്ടോട്ടെങ്കിലും വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു കമ്പ്യൂട്ട് നാഷണൽ ഇൻകം വാസ് മെയ്ഡ് ബൈ ദാദാബായി നവറോജി. ഓക്കെ, second option, first official attempt to compute national income was made by PC Mahalanobism. Third, Dadabhai Navroji divided the Indian economy into two parts, primary sector and secondary sector. Third, first scientific method to compute national income was used by Dr. V.K.R.V. Rao.
അത്യാവശ്യം എക്കണോമിക്സ് പോർഷൻ പഠിക്കാതെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ആദ്യമായിട്ട് ദാദാഭായ് നവറോജി തന്നെയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റ് ടു കമ്പ്യൂട്ട് നാഷണൽ ഇൻകം ആരാണ് ചെയ്തത്? ദാദാഭായ് നവറോജി തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ഒഫീഷ്യൽ അറ്റംപ്റ്റ് അതാരാണ്? PC മഹൽനോബിസ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാണാൻ പഠിച്ചു തന്നെ വെച്ചേക്കണേ. ബാക്കി തെറ്റായിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കാണാൻ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഫസ്റ്റ് ഒഫീഷ്യൽ അറ്റംപ്റ്റ് ആരാണ്? PC മഹൽനോബിസ് തന്നെയാണ്. തേർഡ് ഓപ്ഷൻ നോക്കിക്കേ, ദാദാഭായ് നവറോജി ഡിവൈഡഡ് ഇന്ത്യൻ എക്കണോമി ഇൻറ്റു 2 പാർട്സ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. അത് തെറ്റാണ്. ദാദാഭായ് നവറോജി പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ എന്ന് തിരിച്ചല്ല, നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുള്ള ഇൻകം കൂട്ടിയിട്ട് നോൺ അഗ്രികൾച്ചർ സെക്ടർ അങ്ങനെയാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത്, അങ്ങനെ ഡിവൈഡ് ചെയ്തൊന്നും അല്ല. മെയിൻ ആയിട്ടും അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുള്ള ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം നോൺ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ഏകദേശം എത്ര വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ദാദാഭായ് നവറോജി നാഷണൽ ഇൻകം കണ്ടുപിടിച്ചത് കേട്ടോ. സോ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ എന്ന് ഡിവൈഡ് ചെയ്തത് ദാദാഭായ് നവറോജി അല്ല, തെറ്റാണ്. ഫസ്റ്റ് സയന്റിഫിക് മെത്തേഡ് ആരാണ്? VKRV റാവു ആണ്. അപ്പൊ ആ ഒരു 3 എണ്ണം ശരിയാണ്. തെറ്റായിട്ടുള്ളത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതാണ്? ദാദാഭായ് നവറോജി ഡിവൈഡഡ് ദ ഇന്ത്യൻ എക്കണോമി ഇൻറ്റു 2 പാർട്സ്. ആക്ച്വലി ഇന്ത്യൻ എക്കണോമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് VKRV റാവു ആണ്. VKRV റാവു ആണ്. 1931 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മുടെ നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. അപ്പൊ VKRV റാവു ആണ് ഫസ്റ്റ് എന്താണ് സയന്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി അദ്ദേഹം നമ്മുടെ എന്താണ് ഇന്ത്യൻ എക്കണോമിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അഗ്രികൾച്ചർ സെക്ടർ എന്നും രണ്ട് കോർപ്പറേറ്റ് സെക്ടർ എന്നും. അഗ്രികൾച്ചർ, കോർപ്പറേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുവാണ്, അഗ്രികൾച്ചർ എന്നും കോർപ്പറേറ്റ് എന്നും രണ്ടായിട്ട് തിരിച്ച് നാഷണൽ ഇൻകം കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ VKRV റാവു ആണെന്ന് ഓർത്തിരിക്കണം. അഗ്രികൾച്ചർ എന്നും കോർപ്പറേറ്റ് എന്നും രണ്ടായിട്ട് തിരിച്ച് നിങ്ങൾക്ക് നാഷണൽ ഇൻകം കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ ആരാണ്? VKRV റാവു ആണെന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റ് ദാദാഭായ് നവറോജി ആണ്. ഫസ്റ്റ് ഒഫീഷ്യൽ അറ്റംപ്റ്റ് ആരാണ്? PC മഹൽനോബിസ് ആണ്. അതുപോലെ ഫസ്റ്റ് സയന്റിഫിക് മെത്തേഡ് VKRV റാവു ആണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇനി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് അഗ്രികൾച്ചർ എന്നും കോർപ്പറേറ്റ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് സയന്റിഫിക് മെത്തേഡ് വഴി അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പൊ അത് 1931 VKRV റാവു ആണ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. 1955 തൊട്ട് നമ്മുടെ നാഷണൽ ഇൻകം എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ നമ്മുടെ എന്താണ് ഇന്ത്യയുടെ എക്കണോമിക് സെക്ടറിനെ നമ്മൾ മൂന്നായിട്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അറിയാലോ, അത് മൂന്നായിട്ടാണ് നമ്മൾ തിരിച്ചത്. പ്രൈമറിയിൽ നമ്മൾ എന്താണ് അഗ്രികൾച്ചർ ആണ് കൂടുതലായിട്ട് അല്ലെ? അഗ്രികൾച്ചർ അല്ലെങ്കിൽ എന്താണ് ഭൂമിയുടെ നേച്ചറുമായിട്ട് ഡയറക്ട്ലി നമ്മൾ എന്താണ് കോണ്ടാക്ട് ഉള്ള ഇൻകം മെത്തേഡ്സ് ആണ് പ്രൈമറിയിൽ സാധാരണ എടുക്കുക. അങ്ങനെ പഠിക്കാനാണ് എളുപ്പം. അപ്പൊ നിങ്ങൾ പ്രൈമറിയിൽ ഏതൊക്കെയാണ് വരുന്നത്, സെക്കൻഡറിയിൽ ഏതൊക്കെയാണ്, ടെർഷറി സെക്ടറിൽ ഏതൊക്കെയാണ് വരുന്നത് എന്ന് ഓർത്ത് വെച്ച് പഠിച്ചേക്കണം. അതുപോലെ സെക്കൻഡറി രണ്ടാമത്തെ സെക്ഷനിൽ മേഖലയിലാണ് നമ്മുടെ ഇൻഡസ്ട്രീസ് ഒക്കെ വരിക. ഇൻഡസ്ട്രീസ് പ്രൈമറി യൂസ് ചെയ്ത് വരുന്നതൊക്കെ രണ്ടാമത്തെ സെക്ഷനിലാണ് വരുന്നത്. ടെർഷറി തേർഡ് സെക്ടറിലാണ് നോർമലി നമ്മുടെ ബാങ്കിങ്, അതുപോലെ ഏറ്റവും നമ്മള് ഡയറക്ട്ലി കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ടെർഷറി. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം ഏത് സെക്ടറിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ടെർഷറി ആണെന്നൊക്കെയാണ്. അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ സെക്ടർ ഡിവൈഡ് ചെയ്ത് പഠിക്കാനുള്ളത് പഠിക്കണം. അപ്പൊ ഇപ്പൊ തൽക്കാലം ഞാൻ അത് ഒരുപാടായിട്ട് പറയുന്നില്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ അത് നന്നായിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് VKRV റാവു സയന്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ദാദാഭായ് നവറോജി എന്നുള്ളത്. ഫസ്റ്റ് ഒഫീഷ്യൽ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് PC മഹൽനോബിസ് എന്ന് പറയുന്നത്. അതുപോലെ VKRV റാവു ആണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. അഗ്രികൾച്ചർ എന്നും കോർപ്പറേറ്റ് എന്നും ഡിവൈഡ് ചെയ്താണ് കണ്ടുപിടിച്ചതെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. 1955 തൊട്ട് നമുക്ക് CSO ആണ് നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ബാക്കി 3 ഡിവിഷൻസ് കാര്യങ്ങളൊക്കെ അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഇത്രയും പഠിച്ചു വെച്ചേക്കാം. ഇപ്പൊ ഓക്കെ, അറിയാവുന്നവർ കാണും. ഒരുപാട് പേർക്ക് ഇതൊക്കെ അറിയായിരിക്കും. അറിയാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പൊ നമ്മുടെ SSC CGL കോഴ്സുകൾ, ഫൗണ്ടേഷൻ കോഴ്സുകൾ അടക്കം എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ റൺ ചെയ്യുന്നുണ്ട്. ആപ്പിലുള്ള കോഴ്സുകളെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രീനിൽ നമ്പർ കാണിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവര് നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ CGLന്റെ കോഴ്സ് ഉണ്ട്. ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ
മറ്റ് പല കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. ആപ്പ് വഴി ഓൺലൈൻ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദിശ ലേണിംഗ് ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ഫീസ് മറ്റു കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫീസ് മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. CGL ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സ് എടുത്ത് ക്ലാസ്സുകൾ കേട്ട് തന്നെ പോവുക. അല്ലാതെ തനിയെ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഒരു ആപ്പിന്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് വേണ്ട ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷിന്റെ ഹെൽപ്പിഡ് രാജാറാം മോഹൻ റോയ് ലീഗലി അബോളിഷ്ഡ് സതി പ്രാക്ടീസ്? ഈ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി നേരത്തെ വന്നതാണ്. ഇത് അടുത്തൊരു ഷിഫ്റ്റിലും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ ഷിഫ്റ്റ് വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് എടുത്തത്. അടുത്തൊരു ഷിഫ്റ്റിലും സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഓപ്ഷൻ റിപ്പൺ, കഴ്സൺ, കോൺവാലിസ്, ലോർഡ് വില്യം ബെന്റിക്. ഓൾറെഡി നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വൈസ്രോയിസ് എടുക്കുന്നുണ്ട്. നമ്മൾ ഇച്ചിരി വൈഡ് ആയിട്ട് തന്നെ വൈസ്രോയിസിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി സതി അബോളിഷ് ചെയ്തത് വില്യം ബെന്റിക് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. 1829 സതി അബോളിഷ് ചെയ്യുന്നത് വില്യം ബെന്റിക്, ലോർഡ് വില്യം ബെന്റിക്. വില്യം ബെന്റിക്കിനെ പറ്റി പഠിക്കണം. രാജാറാം മോഹൻ റോയ് കഴിഞ്ഞ ഒരുപാട് റിനൈസൻസ് നമ്മൾ സെപ്പറേറ്റ് PYQ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രാജാറാം മോഹൻ റോയ് ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇപ്പോ 1829 സതി അബോളിഷിംഗ് ആക്ട് വരുന്നത്. രാജാറാം മോഹൻ റോയ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചേക്ക, വില്യം ബെന്റിക് ആണ്. ഓക്കെ. 1833 ചാർട്ടർ ആക്ട് വരുമ്പോ വില്യം ബെന്റിക് ആണ് ഇവിടുത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. അപ്പൊ 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്നത് ലോർഡ് വില്യം ബെന്റിക് ആണ്. ഓൾറെഡി ചാർട്ടർ ആക്ട് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതിൽ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 1833 ചാർട്ടർ ആക്ട് വന്ന സമയത്ത് നമ്മുടെ ഗവർണർ ജനറൽ ആരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്ക, ലോർഡ് വില്യം ബെന്റിക് ആയിരുന്നു. സതി അബോളിഷ്മെന്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച റിനൈസൻസ് ലീഡർ ചോദിച്ചിട്ടുണ്ട്, രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ നമ്മുടെ ശൈശവ വിവാഹം അങ്ങനത്തെ കുറെ പ്രാക്ടീസസ് അബോളിഷ് ചെയ്യാനായിട്ട് മുൻകൈ എടുത്ത വ്യക്തിയാണ് ലോർഡ് വില്യം ബെന്റിക് കേട്ടോ. ഒരുപാട് ജനസമ്മതനായിട്ടുള്ള ഒരു ഗവർണർ ജനറൽ കൂടിയായിരുന്നു ലോർഡ് വില്യം ബെന്റിക്. 1835 വരെ അദ്ദേഹമാണ്. 1835 വരെ അദ്ദേഹമാണ് ഭരിക്കുന്നത്. 1839 ആയപ്പോഴത്തേക്കും അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. ലോർഡ് വില്യം ബെന്റിക് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. എല്ലാ വൈസ്രോയ്സ് അതുപോലെ ഗവർണർ ജനറൽസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പഠിക്കണം. അത്യാവശ്യം നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അടുത്ത നോക്കിക്കേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ്. എങ്ങനത്തെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. പാർഷ്യൽ ആണോ, ഡ്യുവൽ ആണോ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം ആണോ, പ്ലൂറൽ ജുഡീഷ്യൽ സിസ്റ്റം ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മേ ബി ഓപ്ഷൻ കണ്ട് നിങ്ങൾ കണ്ടു തള്ളുന്നെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വളരെ കോമൺ ആയിട്ട് ഓപ്ഷൻ വായിച്ചു നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം. നമുക്കൊരു സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം തന്നെ ഉണ്ടല്ലേ. നമ്മൾ ഭരണത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിന് മൂന്നിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിന്റെ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിയമനിർമ്മാണം നിർവഹിക്കുന്നത്, കാര്യനിർവഹണം നിർവഹിക്കുന്നത്, അതുപോലെ നമ്മുടെ ജുഡീഷ്യറി, അതങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഡിവിഷൻ തന്നെ നമുക്കുണ്ട്. നമുക്ക് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം ആണുള്ളത്. ഏറ്റവും ടോപ്പിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണുള്ളത് അല്ലെ. ആർട്ടിക്കിൾ 124 ഇനി പറയുന്നുണ്ട്, അടുത്തൊരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലെ. സുപ്രീം കോർട്ട് നമുക്ക് ഏറ്റവും ടോപ്പില്, അതുപോലെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്താണ് നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം കൊണ്ടുവരുന്നത്. എല്ലാം സുപ്രീം കോർട്ട് അല്ലല്ലോ നോക്കുന്നത്. നമുക്ക് അതിന് ഹൈക്കോർട്ടുകളും അതിന്റെ താഴേക്ക് കോടതികളായിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ ജുഡീഷ്യൽ സിസ്റ്റം കൊണ്ടുപോകുന്നത് അല്ലെ. നമുക്കൊരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം ആണ് ഉള്ളത്. ഓക്കെ. USA കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം ഒക്കെ എടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം ആണ് ഉള്ളത്. അടുത്ത ദിവസം നോക്കിയാൽ, വിച്ച് ഫിസിക്കൽ ഫീച്ചർ ഓഫ് ഇന്ത്യ പ്രിവെന്റ്സ് ദ കോൾഡ് വിൻഡ് ഫ്രം സെൻട്രൽ ഏഷ്യ ഫ്രം എന്ററിംഗ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് സെൻട്രൽ ഏഷ്യയിൽ നിന്നും
കോൾഡ് വിൻഡുകൾ എത്തുന്നത് തടയുന്നത് ഏത് ഫിസിക്കൽ ഫീച്ചർ ആണെന്നാണ്. ഇന്ത്യൻ പ്ലെയിൻസ് ആണോ, ഇന്ത്യൻ ഡെസേർട്ട് ആണോ, കോസ്റ്റൽ ഏരിയ ആണോ, ഹിമാലയ ആണോ? ഓപ്ഷൻ നല്ല ക്ലിയർ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഹിമാലയാസ് ആണ് അല്ലെ, ഹിമാലയാസ് ആണ്. നമുക്ക് ഫിസിക്കലി നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ, നമ്മൾ 5ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഫിസിക്കൽ ഫീച്ചറിനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. നോർത്തേൺ മൗണ്ടെയ്ൻസ്, നോർത്തേൺ മൗണ്ടെയ്ൻസ്, നോർത്തേൺ പ്ലെയിൻ, പെനിസുലാർ പ്ലേറ്റു, പിന്നെ അതുപോലെ കോസ്റ്റൽ പ്ലെയിൻസ്, ഐലൻഡ് അല്ലെ, കോസ്റ്റൽ പ്ലെയിൻ, ഐലൻഡ് എന്നിങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചിലടത്ത് ഡെസേർട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡിവിഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നോർത്തേൺ മൗണ്ടനകത്ത് വരുന്നതാണ് എന്ന് പറയുന്നത് ഹിമാലയാസ് എന്ന് പറയുന്നത് അല്ലെ. ഹിമാലയാസ് പഠിക്കുമ്പോൾ നമ്മൾ എത്ര ആയിട്ട് തിരിച്ചിട്ടാ പഠിക്കുന്നത്? 3ആയിട്ട് തിരിച്ചിട്ടല്ലേ പഠിക്കുന്നത്. ഹിമാലയാസ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിമാലയാസ് നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടാണ്. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡിവിഷൻ തിരിഞ്ഞു പോകുന്നത് ട്രാൻസ് ഹിമാലയാസ്, അതുപോലെ ഹിമാലയാസ്, അതുപോലെ ഈസ്റ്റേൺ ഹിൽസ് എന്നിങ്ങനെയാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ ഹിൽസ് എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ഓർമ്മയുണ്ടോ? ട്രാൻസ് ഹിമാലയസും ഹിമാലയസും എല്ലാം കൂടെ തിരിഞ്ഞു പോരുത്. ട്രാൻസ് ഹിമാലയത്തിലാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറഞ്ഞ് തിരിച്ചിരിക്കുന്നത്. ഹിമാലയ ആണ് 3. ഏതാണ്? ഹിമാദ്രി, ഹിമാചൽ, തിരിഞ്ഞു പോലിത് ഓരോന്നിലും ഏതാണ്? സിവാലിക്. അതുപോലെ ഈസ്റ്റേൺ ഹിൽസ് ആണ് നമ്മൾ കുറെ ഡിവിഷൻസ് ഉണ്ടല്ലേ, ചെറിയ ചെറിയ ഖാസി, ഗാരോ, ജയന്തിയ, പത്കായി ബൂം ഒക്കെ വരുന്നത് ഈസ്റ്റേൺ ഹിൽസിനകത്താണ് വരുന്നത്. ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹിൽസ് എന്നാണ് 3 ഡിവിഷൻ ഹിമാലയാസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നോർത്തേൺ പൊസിഷനിൽ കിടക്കുന്നതാണ് ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. അവിടെയാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ കിടക്കുന്നത്. ഇത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ തിരിഞ്ഞു പറയും, ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഹിമാലയാസ്, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഈസ്റ്റേൺ ഹിൽസിനകത്താണ് പത്കായി ബൂം, ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകളൊക്കെ വരുന്നത്. അപ്പൊ ആ ഡിവിഷൻ പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ മൗണ്ട് ഗേറ്റു ആണ്. അത് വരുന്നത് കാരക്കോറത്തിലാണ്. മൗണ്ട് ഗേറ്റ് വരുന്നത് കാരക്കോറത്തിലാണ്. പൂർണ്ണമായും ഇന്ത്യയിലെ നല്ല, ഇന്ത്യയിലെ ഏറ്റവും, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ് അല്ലെ, ലോകത്തിലെ എവറസ്റ്റ് ആണ്. അത് ഹിമാലയാസിലെ എന്താണ്, ഹിമാദ്രി റീജിയനിലാണ് എവറസ്റ്റ് വരുന്നത്. മൗണ്ട് ഗേറ്റ് വരുന്നത് കാരക്കോറത്തിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വരുന്നത് ഏതാണ്? അത് കാഞ്ചൻജംഗയാണ് അല്ലെ, കാഞ്ചൻജംഗയാണ്. അപ്പൊ ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി, സെക്കൻഡ് ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. അത് തിരിഞ്ഞു പോരുത്. മൗണ്ട് ഗേറ്റ് പൂർണ്ണമായും ഇന്ത്യയിലല്ല, അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ്. മൗണ്ട് ഗേറ്റും ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ മൗണ്ട് ഗേറ്റും ആണ്. അതെവിടെയാണ്? കാരക്കോറത്തിലാണ്. കാരക്കോറം എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിലാണ്. അത്രയും പഠിച്ചു വെച്ചേക്കണേ. ഹിമാലയം, ട്രാൻസ് ഹിമാലയം, ഹിമാലയാസ്, അതുപോലെ ഈസ്റ്റേൺ ഹിൽസ് എന്ന് തിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം ആണ് ഏറ്റവും നോർത്ത് പോർഷൻ, അതിന്റെ നടുക്കായിട്ട് ഹിമാലയാസ്, ഇന്ന് നമ്മുടെ ഈസ്റ്റേൺ സൈഡിലേക്ക് ഈസ്റ്റേൺ ഹിൽസ്, അങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ വരുന്നത് കേട്ടോ. ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് തിരിച്ചിരിക്കുന്നു. ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് തിരിച്ചിരിക്കുന്നു. ഈസ്റ്റേൺ ഹിൽസിൽ വരുന്നതാണ് ഖാസി, ഗാരോ, ജയന്തിയ, പത്കായി ബൂം എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ ഹിൽസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്ട്രഗിൾ. ഹു എമംഗ് ദ ഫോളോയിങ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ ഇസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഈ നേരത്തെ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ INA പറ്റിയൊക്കെ പറഞ്ഞപ്പോ കഴിഞ്ഞൊരു ക്ലാസ്സിൽ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത്. സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, സ്വരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പർ സുഭാഷ് ചന്ദ്രബോസിന്റെ ഉണ്ട് കേട്ടോ. സ്വരാജ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ ഉണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്ക്. അതുപോലെ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, അതിന്റെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. ഫോർവേഡ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ ആയിരുന്നു. അപ്പൊ INA നയിച്ചുകൊണ്ട് പോയത് അദ്ദേഹമാണെന്നൊക്കെ പറഞ്ഞു അല്ലെ. രാജ് ബിഹാരി ബോസ് 1942 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. 43-ല് അദ്ദേഹം അതിന്റെ തലപ്പത്തേക്ക് എത്തുന്നു. INA പറ്റിയൊക്കെ പഠിച്ചില്ലായിരുന്നോ നമ്മള്? 1938-ലും
39 അദ്ദേഹം INC പ്രസിഡന്റ് ആവുന്നുണ്ട് കേട്ടോ. INC പ്രസിഡന്റ് ആവുന്നുണ്ട് സുഭാഷ് ചന്ദ്രബോസ്. ഈ പോയിന്റ് ഒക്കെ പഠിച്ചേക്കണേ. സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. സ്വരാജ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ അദ്ദേഹത്തിന്റെ ആയിരുന്നു. ഫോർവേഡ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. 2 തവണ 1938, 39 INC പ്രസിഡന്റ് ആയിട്ടുണ്ട് സുഭാഷ് ചന്ദ്രബോസ്. എലക്റ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ INC പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതൊക്കെ ഓർത്ത് വെച്ചേക്കണേ. Which of the following articles of the Indian Constitution mentions about the organization of village panchayat? നമുക്കറിയാം, നേരത്തെ പറഞ്ഞായിരുന്നു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് പഠിക്കണം. അപ്പൊ അതിനകത്തുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40ലാണ് ഏത് പറയുന്നത്, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. അതേസമയം പഞ്ചായത്ത് രാജ് ഇന്ത്യ പഞ്ചായത്ത് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പാർട്ട് 9 ആണ് അല്ലെ. പാർട്ട് 9 243 ആർട്ടിക്കിൾ 243 തൊട്ട് 243 വരെയാണ് പഞ്ചായത്തിനെ പറ്റി പറയുന്നത്. അതിന്റെ എലക്ഷനും കാര്യങ്ങളും മറ്റെല്ലാം പറയുന്നത് പാർട്ട് 9ലാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ നമുക്ക് 73rd 1992 നമുക്കൊരു അമെന്റ്മെന്റ് വരുന്നുണ്ട്, 73rd അമെന്റ്മെന്റ് ആക്ട്. അതുവഴിയാണ് ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് എന്ത് കൊടുക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി, ഭരണഘടനാ പദവി കൊടുക്കുന്നത് അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്നു. അതുവഴി പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഒക്കെ 74th എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരം മുനിസിപ്പാലിറ്റിയും എവിടേക്ക് വരുന്നു, കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. അതിൽ 243 തൊട്ട് 243 വരെയാണ് പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ ആണ്. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആർട്ടിക്കിൾ 40 ആണ്. ഇത് എവിടെയാണ് വരുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് വരുന്നത്. അല്ലെ, ഗാന്ധിയൻ കൺസെപ്റ്റിനകത്ത് വരുന്നതാണ് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ്. അപ്പൊ ആ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കണം അല്ലെ. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിവിഷനും ഒക്കെ പഠിച്ചു വെച്ചേക്കാം. അപ്പൊ അത്യാവശ്യം ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആണെങ്കിൽ ആർട്ടിക്കിൾ 40 ആണ്. ഇനി എന്താണ് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് പാർട്ട് 9 കൊടുത്തേക്കുന്നത് ആർട്ടിക്കിൾ 243 തൊട്ട് 243 വരെയാണ്. 1992 73rd അമെന്റ്മെന്റ് വഴിയാണ് നമ്മൾ ആഡ് ചെയ്തത്. ഓക്കെ, അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. Which article of the Constitution of India grants power to the President to appoint judges of the Supreme Court? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരെന്നാണ്, ആൻസർ പ്രസിഡന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 124ലാണ് നമ്മുടെ സുപ്രീം കോടതിയെ പറ്റിയൊക്കെ പറയുന്നത്. ആർട്ടിക്കിൾ 124ലാണ് 124 1, 2, 3 എന്ന് പറഞ്ഞാണ് പിന്നെ സുപ്രീം കോടതിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ 124(2)ലാണ് ഏത് പറയുന്നത്, പ്രസിഡന്റ് ആണ് സുപ്രീം കോർട്ട് ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്ന പറയുന്നത്. ആർട്ടിക്കിൾ 124 പ്രകാരം നമുക്ക് ഇന്ത്യക്ക് സുപ്രീം കോർട്ട് ഉണ്ട്. 33 കൂടാത്ത ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസും ആണ് നമ്മുടെ കോറം എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഇത്രയും പേര് വേണമെന്നില്ല, പക്ഷെ 33 കൂടാനായിട്ട് പറ്റില്ല. അതൊരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ എത്ര ജഡ്ജസ് ആണെന്ന്, 33 കൂടാത്ത ജഡ്ജസും ഒരു ചീഫ് ജസ്റ്റിസും ആണ്. ടോട്ടൽ 34 അംഗസംഖ്യ. 33 കൂടാൻ പാടില്ല ജഡ്ജസിന്റെ എണ്ണം. ഓക്കെ, അപ്പൊ അത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചേക്കണേ. 124 നമ്മുടെ സുപ്രീം കോർട്ടിനെ പറ്റി പറയുന്നത്. അതിനകത്ത് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അത് പറയുന്നത് 124(2). ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ട്രാൻസ് ബൗണ്ടറി റിവർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? ഇന്ത്യയും പാകിസ്ഥാനിലെ ഇടയ്ക്കുള്ള ട്രാൻസ് ബൗണ്ടറി റിവർ ഏതാണെന്നാണ്, ഇൻഡസ്, റവി, ബിയാസ്, ജലം. ഇതിനകത്ത് ആൻസർ വരുന്നത് രവി ആണ്. ഓക്കെ, രവി നദീനെ പറ്റി ഒരുപാട് വട്ടം നമ്മുടെ ഇൻഡസിന്റെ ട്രൈബ്യൂട്ടറീസ് ആണ് വരുന്നത്. ഇൻഡസിന്റെ ട്രൈബ്യൂട്ടറീസ് പഠിക്കണം. ഇൻഡസും അതിന്റെ ട്രൈബ്യൂട്ടറീസും പഠിക്കണം. ഏതൊക്കെയാണ്, ചെനാബ്, സത്ലജ്, രവി, ബിയാസ് അല്ലെ. ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അതിനകത്ത് ട്രാൻസ് ബൗണ്ടറി റിവർ ആയിട്ട് വരുന്നത് രവിയാണ് കേട്ടോ. രവിയാണ് വരുന്നത്. രവിയെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രവി നദിയിലുള്ള ഒരു ഡാം ആണ് രഞ്ജിത് സാഗർ ഡാം. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. രഞ്ജിത് സാഗർ ഡാം ഏത് നദിയിലാണെന്ന്, രവി നദിയിലാണെന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ നമ്മുടെ വേദാസിലെ പരുഷ്ണി എന്നറിയപ്പെടുന്ന റിവർ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. പരുഷ്ണി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ രഞ്ജിത് സാഗർ ഡാമും പരുഷ്ണിയും. അതുപോലെ ഐരാവത് എന്ന് നമ്മുടെ സാൻസ്ക്രിറ്റ്
വേർഡിൽ പറയുന്ന റിവർ ഏത്? ഐരാവത് എന്ന് പറയുന്നത് ഐരാവതി എന്ന് പറയുന്നത് രവീനയാണ്. ഐരാവതി എന്ന് പറയുന്ന രവീനയാണ്. അപ്പൊ ട്രാൻസ് ബൗണ്ടറി റിവർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ചോദിച്ചാൽ രവിയാണ് കേട്ടോ. 1960 നമ്മൾ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നദികളിലൊക്കെ ജലം ആര് യൂസ് ചെയ്യണം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. ആ ഒരു കരാർ പ്രകാരം രവി നദിയുടെ ജലം പൂർണ്ണമായിട്ടും നമുക്കാണ് കേട്ടോ, ഇന്ത്യക്കാണ്. അതുപോലെ വേറെ ഉണ്ട്, രവി ഇന്ത്യക്കാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ രഞ്ജിത് സാഗർ ഡാം ഓർത്ത് വെച്ചേക്കുക. വേദങ്ങളിൽ പരിഷ്മി എന്ന് പറയുന്നത് രവി റിവർ ആണെന്ന് ഓർത്തിരിക്കുക. ഐരാവതി എന്ന സംസ്കൃത വേർഡ് ഉള്ളത് രവി റിവറിനാണെന്ന് ഓർത്ത് വെച്ചേക്കുക. സിന്ധു നദിയുടെ ഇൻഡസിന്റെ ട്രൈബ്യൂട്ടറി ആണ് ഈ പറയുന്ന ജലം. ചിനാബ്, സത്ലജ്, രവി, ബിയാസ്. ഇത്രയും പറ്റി പഠിക്കണം, എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസും ഇതിന്റെ റിലേറ്റഡ് ഫാക്ടും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പുതിയ വർഷമാണ്, പുതിയ തുടക്കമാണ്. എല്ലാവർക്കും നല്ലത് മാത്രം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടട്ടെ ഈ വർഷം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ലേണിംഗ്. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.